നമസ്കാരം. നമസ്കാരം. പാലക്കാട് നബീസ കൊലക്കേസ് വിധി ഇന്ന്. കുപ്രസിദ്ധമായ കൂടത്തായി കൊലക്കേസിന് സമാനമായ പാലക്കാട് നബീസ കൊലക്കേസിന്റെ വിധി ഇന്ന്. നീചന്മാരായ 2 പ്രതികൾക്കും ഇന്ന് കടുത്ത ശിക്ഷ തന്നെ കോടതി വിധിക്കുന്നതാണ്. പാലക്കാട് നബീസ കൊലക്കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടത്തായി കേസുമായി ഒരുപാട് സാമ്യതകളുള്ള കേസാണ്. പാലക്കാട് മണ്ണാർക്കാട്ടെ നബീസ കൊലപാതകം 2016 ജൂണിലായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. ജൂൺ 24-ന് ആര്യമ്പാവിൽ നിന്നും ഒറ്റപ്പാലം ഭാഗത്തേക്ക് പോകുന്ന പാതയിലെ ഒരു കുറ്റിക്കാടിന് സമീപം നബീസയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുകയായിരുന്നു. ഈ മൃതദേഹത്തിന് അരികിലായി ഒരു സഞ്ചി ഉണ്ടായിരുന്നു. അത് നബീസയുടെ സഞ്ചി ആയിരുന്നു. ആ സഞ്ചിക്കകത്ത് നിന്ന് പോലീസിന് ലഭിച്ചത് ഒരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഒരു ആത്മഹത്യാ കുറിപ്പുമായിരുന്നു. എന്നാൽ എഴുതാനും വായിക്കാനും അറിയാത്ത നബീസ എങ്ങനെയാണ് ആത്മഹത്യാ കുറിപ്പ് എഴുതിയെന്ന പോലീസിനുണ്ടായ സംശയത്തെ തുടർന്ന് വിശദമായ അന്വേഷണം നടക്കുകയും ആ അന്വേഷണം ചെന്നെത്തിയത് നബീസയുടെ പേരക്കുട്ടിയായ ബഷീറിന്റെയും ഭാര്യ ഫസീലയുടെയും അടുത്തായിരുന്നു. ഇരുവർക്കും നബീസയുടെ മേൽ വലിയ രീതിയിലുള്ള വൈരാഗ്യം ഉണ്ടായിരുന്നു. പല രീതിയിലുള്ള കുടുംബ പ്രശ്നങ്ങളും തുടർന്ന് ഫസീലയും ഭർത്താവ് ബഷീറിനെയും നബീസ വീട്ടിൽ നിന്നും പുറത്താക്കിയതാണ്. പലതവണ ഇവർ തിരിച്ചെത്താൻ ശ്രമിച്ചെങ്കിലും നബീസ ഇത് തടയുകയും ചെയ്തു. ഇതിലെ വൈരാഗ്യം കൊണ്ടാണ് പ്രതികൾ ഇരുവരും ചേർന്നുകൊണ്ട് ആസൂത്രണം ചെയ്ത നബീസയെ വിഷം നൽകി നോമ്പ് കഞ്ഞിയിൽ വിഷം നൽകി നോമ്പ് സമയത്ത് വിളിച്ചു വരുത്തി നോമ്പ് കഞ്ഞിയിൽ വിഷം നൽകി കൊലപ്പെടുത്തിയത്. വിഷം നൽകി കൊലപ്പെടുത്തിയത് 2016 ജൂൺ 23-ന് നബീസയെ ഇവർ താമസിച്ചിരുന്ന വാടക വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ എന്ന വ്യാജേന ഇരുവരും ചേർന്ന് വിളിച്ചു വരുത്തുകയായിരുന്നു. രാത്രിയിൽ ഭക്ഷണം നൽകുന്നതിനോടൊപ്പം നബീസയ്ക്ക് വിഷം കലർത്തിയിട്ടുള്ള ഭക്ഷണമാണ് നൽകിയത്. നോമ്പ് കഞ്ഞിയിൽ വിഷം കലർത്തുകയായിരുന്നു. പക്ഷെ ഈ ശ്രമം പാളിയെന്ന് ഉറപ്പായതോടുകൂടി രാത്രിയിൽ ബലം ഉപയോഗിച്ച് നബീസയുടെ വായിലേക്ക് പ്രതികൾ ചേർന്ന് വിഷം ഒഴിച്ചു നൽകുകയായിരുന്നു. രാത്രിയിൽ നബീസയുടെ മരണം സ്ഥിരീകരിക്കുന്നു. അന്ന് ഒരു ദിവസം നബീസയുടെ മൃതദേഹം ഈ വീട്ടിൽ തന്നെ സൂക്ഷിച്ച പ്രതികൾ ചേർന്ന് പിറ്റേ ദിവസമാണ് നബീസയുടെ മൃതദേഹം ഈ ആര്യമ്പാവ് ഒറ്റപ്പാലം പാതയിലെ ഈ കുറ്റിക്കാടിന് സമീപം കൊണ്ടുചെന്ന് ഇടുന്നത്. ഏതായാലും പോലീസിന് വലിയ രീതിയിൽ അന്വേഷണം നടത്തി ഈ പ്രതികളിലേക്ക് എത്തുകയും പിന്നീട് കേസ് അന്വേഷണത്തിന് ഭാഗമായി മൊഴിയെടുക്കാൻ എന്ന വ്യാജേന ഈ പ്രതികളെ വിളിച്ചു വരുത്തിയതാണ്. അന്ന് ഇരുവരുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ബഷീറും അതുപോലെ തന്നെ ഫസീലയും, ബഷീർ എന്ന് പറയുന്നത് നബീസയുടെ പേരക്കുട്ടിയാണ്, മകളുടെ മകനാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ 2 പേരും കുറ്റക്കാരാണെന്ന് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഇരുവർക്കുമുള്ള ശിക്ഷാവിധി ഇന്ന് മണ്ണാർക്കാട് കോടതി പ്രഖ്യാപിക്കും. കടുത്ത ശിക്ഷ തന്നെ. ഈ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഫസീല ഇതിനു മുമ്പും 5 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. ഒരു കൂസലുമില്ലാതെ ആണ് ഇവര് ശിക്ഷ ഇന്നലെ കോടതിയിൽ നിന്നും ഇറങ്ങിയത്. ഇന്ന് കടുത്ത ശിക്ഷ തന്നെ ഇവർക്ക് വിധിക്കട്ടെ എന്ന് നേരുന്നു. ദയവായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.